നാളികേര വികസന ബോർഡ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം കാർഷിക സമിതി മുഖേന നടപ്പിലാക്കുന്ന PICCS പദ്ധതിയുടെ ഭാഗമായി വളം വിതരണം സംഘടിപ്പിച്ചു. 5 ഇനങ്ങളിലായുള്ള 21 ടൺ വളമാണ് നാളികേര കർഷകർക്കായി വിതരണം ചെയ്തത്. കായ്ഫലമുള്ള ഒരു തെങ്ങിന് 120 രൂപ വില വരുന്ന വളമാണ് വിതരണം ചെയ്തത്. ഇതിൽ പൊട്ടാഷ്, വേപ്പിലക്കട്ടി, മഗ്നീഷ്യം, സിങ്ക് സൾഫേറ്റ്, ബോറാക്സ് എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ തെങ്ങുകളുടെ എണ്ണം അനുസരിച്ച് ആവശ്യമായ അളവിൽ വിതരണം നടത്തി. കൂടാതെ ഇടവിള കൃഷിക്ക് ആവശ്യമായ പയർ, ഇഞ്ചിവിത്ത്, വാഴക്കന്ന എന്നിവയും വിതരണം ചെയ്തു. ഏറ്റവും കുറഞ്ഞത് 20 തെങ്ങുകൾ കൃഷി ചെയ്യുന്നവരെയാണ് കേരഗ്രാമം കാർഷിക സമിതിയിൽ അംഗങ്ങളായി ഉൾപ്പെടുത്തുക. ഇവ പൂർണ്ണമായി കായ്ഫലമുള്ളവയായിരിക്കണമെന്നതാണ് മാനദണ്ഡം. കർഷകർക്കായി ആകെ 21 ടണ്ണോളം വരുന്ന 5 ഇനം വളങ്ങൾ വിതരണം ചെയ്തു. $240 തെങ്ങുകൾ വരെ കൃഷി ചെയ്യുന്ന വനിതാ കർഷക ഉൾപ്പെടെ കേരഗ്രാമം കാർഷിക സമിതിയിൽ അംഗമാണ്. കീരമ്പാറ കൃഷിഭവൻ അങ്കണത്തിൽ ചേർന്ന യോഗം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് നമ്മൾ കേരഗ്രാമം പദ്ധതി കീരമ്പാറയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാം, കേരളം എന്നുള്ളത് കേര വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടാണ്. പിന്നീട് നമ്മൾ പൊതുവായ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ പലവിധ കാരണങ്ങൾ കൊണ്ട് കേര കൃഷി അല്ലെങ്കിൽ തെങ്ങ് കൃഷി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം എത്തുന്ന വേളയിലാണ് അത് പരമാവധി എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള തുടർച്ചയായ ആലോചനയുടെയും ഇടപെടലുകളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതികൾ അതാത് കാലങ്ങളിൽ അധികാരത്തിലിരുന്ന ഗവൺമെന്റുകളും പ്രത്യേകിച്ച് കൃഷി വകുപ്പും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പിലാക്കുന്നത്. അങ്ങനെയാണ് കേരഗ്രാമം പദ്ധതി കീരമ്പാറയിലടക്കം വളരെ വിജയകരമായി നമുക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജൈവവളങ്ങളുടെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു. വന്യജീവി ശല്യം ഉൾപ്പെടെ ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗശല്യം കൂടുതലായി വന്നുകൊണ്ട് കർഷകർക്ക് കൃഷി ചെയ്യുവാനും വിളവെടുക്കുന്നത് വന്യജീവികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായി ത്രിതല പഞ്ചായത്തും സർക്കാർ നിൽക്കുമ്പോൾ അതിനൊരു കൈത്താങ്ങായി കേരഗ്രാമം നിൽക്കുകയാണ്. നാളികേര കർഷക തൊഴിലാളി ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം റാണിക്കുട്ടി ജോർജ് നിർവഹിച്ചു. ഇവിടെ നമുക്ക് ഇത്തരം പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഈ കേരള സമിതിക്ക് മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നാളികേര വികസന ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ കൃഷി ഓഫീസർക്കും നമ്മുടെ ഏരിയ ഉൾപ്പെടെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് നമുക്കിതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നത്. കർഷക സമിതി പ്രസിഡന്റ് ജിജി ഏളൂർ അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഈ പദ്ധതിയുമായിട്ട് കഴിഞ്ഞ 3 കൊല്ലം നടന്നിട്ടും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വെറും 245 അംഗങ്ങളെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. അത് ഓരോ വാർഡിലും നമ്മുടെ പ്രതിനിധികളുണ്ട്. 4 കൺവീനർമാർ വെച്ച് ഒരു വാർഡിൽ നമ്മൾ വെച്ചിരുന്നു. എന്നിട്ട് പോലും നമുക്ക് ഈ 245 കർഷകരെയാണ് നമുക്ക് കിട്ടിയത്. അത് 500 കർഷകരെയാണെങ്കിൽ പോലും ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ പദ്ധതിയിൽ നിന്ന് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുമായിരുന്നു. സമിതി സെക്രട്ടറി AK കൊച്ചുകുറു, ട്രഷറർ MM രവി, കേര ബോർഡ് പ്രതിനിധി മുഹമ്മദ് മുസ്തഫ പദ്ധതി വിശദീകരണം നടത്തി. കീരമ്പാറ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപി മുട്ടത്ത്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി KP, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ ബിജു, സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ദാനി, കൃഷി അസിസ്റ്റന്റ് വിജയകുമാർ PT, സൗമ്യ PA, കേരഗ്രാമം വൈസ് പ്രസിഡന്റ് ടോമി അറമ്പൻകുടി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.